അഭയ് ചിരിച്ചുകൊണ്ട് ക്ലാസ്സിന് വെളിയിലേക്ക് പോയി. അവൻ്റെ ഇന്നത്തെ വാക്കുകളും പെട്ടെന്നുണ്ടായ മനംമാറ്റവും കണ്ടതോടെ സ്വാതിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അവൾ അപ്പോൾ തന്നെ ഫോണെടുത്ത് പുറത്തേക്ക് പോയി കാശിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു വാച്ചും പിടിച്ച് സ്വപ്നം കാണുകയാണ് തനു. വാച്ചിൻ്റെ ബ്രാൻഡ് കണ്ട സ്വാതി അമ്പരന്നു. ഇതെന്താ മുവാഡോ, 30,000 രൂപ വില വരുന്ന വാച്ച്. ഇതാണോ അഭയുടെ സമ്മാനം? തനു അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. തനു, ഇത് നിനക്കു എന്നുള്ള എന്തോ പണിയാണ് കേട്ടോ. അവൻ അങ്ങനെ നന്നാകാനൊന്നും പോകുന്നില്ല. അതെനിക്കും അറിയാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ എന്തു ചെയ്യും? അതിനൊരു വഴി പറഞ്ഞു താനി. എന്തു ചെയ്യാൻ? നിന്റെ അഭേട്ടൻ നിനക്ക് തന്ന ഗിഫ്റ്റ് നീ കൊണ്ടുപോകണം. നല്ല കാര്യം. കാര്യങ്ങളെങ്ങാനും കാശിയേട്ടൻ അറിഞ്ഞാൽ ബാക്കി വെച്ചേക്കില്ല ഇവനെ. അതോ ഇനി കാശിയേട്ടൻ അവനെ ഉപദേശിച്ചോ എന്നറിയില്ല. എന്തായാലും തൽക്കാലം നീ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ആദ്യം എതിർത്തെങ്കിലും പിന്നെ സ്വാതി സമ്മതിച്ചു. കാശി ഓഫീസ് കാര്യങ്ങളുമായി തിരക്കിലായതുകൊണ്ട് അവൾ തന്നെ തനുവിനെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തു. ഫ്ലാറ്റിലെ വാതിൽ തുറന്ന് തനു ഞെട്ടിപ്പോയി. നീലു അടക്കം കാശിയുടെയും തനുവിൻ്റെയും വീട്ടിലെ അംഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. താര ഒഴികെ. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പിന്നെ അനിയത്തിയുടെ പിറന്നാൾ പോലെയുള്ള ചില്ലിക്കാര്യങ്ങൾക്കൊന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ലീവ് എടുക്കാൻ കഴിയില്ലല്ലോ. ഓരോരുത്തരായി തനുവിനെ വന്ന് വിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും തനുവിൻ്റെ കണ്ണുകൾ എല്ലാം കണ്ട പുഞ്ചിരിയോടെ ഒരു വശത്ത് മാറി നിൽക്കുന്ന കാശിയിൽ ചെന്ന് നിന്നു. മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ചുള്ളനായിട്ടുണ്ട് കക്ഷി. കാശിയുടെ അച്ഛനും അമ്മയും കാവയും തനുവിൻ്റെ മാതാപിതാക്കളും ഏട്ടന്മാരും പിന്നെ നീലവും അച്ഛനും അമ്മയും, അത്രയും പേരാണ് അതിഥികൾ. ഈ സർപ്രൈസിന് വേണ്ടിയാണ് കാശി രാവിലെ വിഷ് ചെയ്യാതിരുന്നതെന്ന് തനു ഓർത്തു. വീണ്ടും കണ്ണുകൾ അവൻ്റെ നേരെ പോയി. എവിടുന്ന്? മരുമോൻ അവിടെ അച്ഛന്മാരും അളയന്മാരുമായി ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒരു നോട്ടം പോലും ഈ വഴിക്കില്ല. അമ്മമാർ പിന്നെ അവരുടെ സ്വന്തം സ്ഥലമായ അടുക്കളയിലാണ്. നീലവും കാവയും ഉണ്ട് കൂടെ. റൂമിൽ ചെന്നപ്പോൾ കട്ടിൽ ഒരു സെറ്റും മുണ്ടും ഉണ്ടായിരുന്നു. അതിന് മാച്ചായ ബ്ലൗസും. തനു ഫ്രഷായി വേഷം മാറി ഇറങ്ങി. ഒരുങ്ങിയിറങ്ങിയ തനുവിനെ കാശി കണ്ണിമക്കാതെ നോക്കി നിന്നു. അവൾ നോക്കുന്നത് കണ്ടതോടെ അവൻ നോട്ടം മാറ്റി. തനു പ്രതീക്ഷയോടെ നോക്കുമ്പോൾ കാശി മെയിൻറ്റ് പോലുമില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ഇതെല്ലാം വാങ്ങിവെച്ചത്? അവൾ ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് പോകുന്നത് കണ്ട കാശി ചിരിച്ചു. നീലുവാണെങ്കിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടി അടുത്ത പഞ്ചായത്തിൽ പോലും ഇല്ല എന്ന മട്ടിലുള്ള പ്രകടനമായിരുന്നു. തനുവിനെ കാണുമ്പോൾ സ്നേഹം ഒലിച്ചു ചാടുകയാണ്. എത്ര പെട്ടെന്നാണ് അവളുടെ നിറം മാറുന്നത് തനു ആലോചിച്ചു. പിന്നെ ആ നല്ല ദിവസത്തിൻ്റെ മൂട് കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് വിട്ട് കളഞ്ഞു. ഇതിനിടയിൽ തരുണും കാവ്യയും തമ്മിൽ കണ്ണുകൊണ്ട് കഥകളി കളിക്കുന്നത് തനു കണ്ടുപിടിച്ചു. ഏട്ടൻ്റെ നോട്ടം കാണുമ്പോഴേക്ക് കാവ്യ പൂത്തെളിഞ്ഞു പോവുകയാണ്. കവളിൽ നിന്നൊക്കെ ചോര തൊട്ടെടുക്കും. ഈ മനുഷ്യന് നാണമില്ലേ? കാവ്യക്ക് വയസ്സ് 20 ആയിട്ടേ ഉള്ളൂ. 7 വയസ്സ് വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. റൊമാൻസ് കളിക്കാൻ പറ്റിയ പ്രായം. അല്ലെങ്കിലും പ്രേമത്തിന് കണ്ണും മൂക്കും വായും ഒന്നുമില്ലല്ലോ. എവിടെ വരെ പോകും എന്ന് നോക്കാം, അവൾ മനസ്സിൽ കരുതി. തനുവിന് കാശിയുടെ അടുത്ത് ചെല്ലാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും എല്ലാവരുടെയും മുന്നേ വെച്ച് മാറി നിൽക്കുന്നത് മര്യാദയല്ലല്ലോ. ഇതിനിടയിൽ ഹരിപ്രസാദ് നീലുവിൻ്റെ കാര്യം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നു. ഏട്ടന്മാർ പഴയതുപോലെ സംസാരിക്കാതെ അവരുടെ കയ്യിൽ നിന്നൊരു സഹായം സ്വീകരിക്കില്ല എന്ന വാശിയില്ല മോള്. ഒറ്റയ്ക്ക് അത് രാവിലെ അവളെ ഇവിടെ വരെ വിടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ മോനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ബസ് ഇഷ്ടം പോലെയുണ്ട്, വേണേൽ കയറിപ്പോക്കോട്ടെ, തരുൺ പറഞ്ഞു. ഹരി അയാളെ നോക്കി കണ്ണുരുട്ടി. എങ്കിൽ ഞങ്ങൾ പ്രശ്നം പരിഹരിക്കാം. ഞങ്ങൾ ആരെങ്കിലും തന്നെ അവളെ കൊണ്ടുവന്ന് വിട്ടുകൊള്ളാം. ഇവിടെ വന്ന് തനുവിൻ്റെ ലൈഫിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തനയൊരു പരിഹാരം കണ്ടെത്തി. പക്ഷെ അത് കാശിക്ക് സ്വീകാര്യമായി തോന്നിയില്ല. അത് വേണ്ട തന്നെ. എല്ലാവരും അങ്ങനെ പെട്ടെന്ന് ക്ഷമിച്ചു കൊടുത്താൽ വീണ്ടും തെറ്റു ചെയ്യാൻ അവൾക്ക് ഇത് പ്രചോദനമാകും. അത് തന്നെ. നീല ഇവിടെ വന്ന് നിന്നോട്ടെ അല്ലേ കാശിയേട്ടാ? തനു വളരെ നിഷ്കളങ്കമായ മുഖത്തോട് ചോദിച്ചു. കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മറ്റുള്ളവർ നിൽക്കുന്നത് കൊണ്ട് അവൻ സംയമനം പാലിച്ചു. ക്ലാസ് അടുത്ത മാസം 3-ാം തീയതിയാണ് തുടങ്ങുന്നത്. 2-ാം തീയതിയെ മോള് വരൂ, ശിവൻ പറഞ്ഞു. അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. വൈകുന്നേരമായതുകൊണ്ട് സദ്യക്ക് പകരം ഫ്രൈഡ് റൈസും ചിക്കനും ആണ് ഉണ്ടാക്കിയത്. കേക്ക് കട്ടിങ്ങും പുഡിങ്ങും നീലുവിൻ്റെ പാട്ടും അന്താക്ഷരി കളിയുമൊക്കെയായി ആ ദിവസം കടന്നുപോയി. തനുവിനും കാശിക്കും പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് കരുതി അതിഥികളെല്ലാം ഓരോരുത്തരായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പോകും വഴി കാവ്യ തരുണിന് കൈവീശി യാത്രയാക്കുന്നത് കണ്ടപ്പോൾ കല്യാണരാമനിലെ അമ്മൂമ്മയാണ് തനുവിന് ഓർമ്മ വന്നത്. അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വീണ്ടും അതോർത്തൊടുത്ത് വയറ് പൊത്തിച്ചിരിച്ചു. പിന്നെ സോഫയിൽ കിടന്നായി ശരി. ഒടുവിൽ സ്വയം നിയന്ത്രിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി മാറിൽ കൈകെട്ടി നിൽക്കുകയാണ് കാശി. മറ്റെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. ഇതൊക്കെ എപ്പോൾ? അല്ല, നിൽപ്പത്ര ശരിയല്ലല്ലോ. തനൊന്നും അറിയാത്തതുപോലെ മെല്ലെ അടുക്കളയിലേക്ക് വലിഞ്ഞു. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം ആദ്യമായാണ് തനു ഇങ്ങനെ എല്ലാം മറന്ന് പൊട്ടിച്ചിരിച്ചു കാണുന്നത്. കാശി പുറകെ ചെന്നു.
അടുക്കളയിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്ലേറ്റുകൾ എല്ലാം തുളച്ചു റാക്കിൽ അടുക്കി വെക്കുകയാണ് കാശിയോടെ പുറകിൽ ചെന്ന് നിന്നു. ആ കൈ പിടിച്ച് കയ്യിൽ കരുതിയിരുന്ന വലിയ റൂബി സ്റ്റോണും ഡയമണ്ട്സും പതിച്ച മോതിരം നടുവരിൽ ഇട്ടുകൊടുത്തു. താൻ അത്ഭുതത്തോടെ അവനെ നോക്കി. റിങ്ങിലോ വിലയിലോ ഭംഗിയിലോ അല്ല, അതിട്ടു തരുന്ന അവൻ്റെ കണ്ണുകളിൽ അലയെടുക്കുന്ന ഉപാധികളില്ലാത്ത പ്രണയമാണ് അവളെ തരിളതയാക്കിയത്. തനു ആവേശത്തോടെ കാശിയുടെ കഴുത്തിൽ കൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. കാശി അത് പ്രതീക്ഷിച്ചില്ല. എങ്കിലും അവനും അവളെ ചേർത്ത് പിടിച്ചു. എത്ര നേരം ആ നിൽപ്പിൽ നിന്നു എന്നറിയില്ല. ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് രണ്ടുപേരും അകന്നു മാറിയത്. കാശിയുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മൽ കാരണം താൻ അതിവേഗം വാതിൽ തുറക്കാൻ പോയി. ഒരു കിസ് മിസ്സായി. കാശിയും പദം പറഞ്ഞുകൊണ്ട് പുറകെ പോയി. ഹാളിൽ ദേവിയമ്മയും ലക്ഷ്മി ഇരിക്കുന്നു. വിരുന്നുകാരെല്ലാം പോയല്ലേ, ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ. കാശിയും അവർക്കിതുവശത്തായി തനുവിരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ പിറന്നാളുകാരെ ഒന്ന് കാണണമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാണ്. ദേവിയമ്മ തനുവിൻ്റെ അരികിൽ വന്നിരുന്ന് നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇതാണ് ലക്ഷ്മിയല്ലേ? കാർത്തുമോൾ എവിടെ? തനു ലക്ഷ്മിയുടെ നേരെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മോള് ഉറക്കമായി. യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതല്ലേ? അവർ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. ഒരു ജോലിക്കാരിയെ തന്നോട് തന്നെ അകൽച്ച കാണിക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. കാശിക്ക് ചേരുന്ന ഭാര്യ തന്നെയാണ് തനു എന്ന് അവർക്കും ബോധ്യമായി. കഷ്ടമായി, ഞാനൊന്നും കണ്ടില്ലല്ലോ മോളെ, തനു പറഞ്ഞു. ദേവിയമ്മയും ലക്ഷ്മിയെയും ഭക്ഷണം കഴിപ്പിച്ചു മോൾക്കുള്ളത് പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയും ചെയ്തു. രാത്രി കിടക്കുമ്പോൾ പതിയെ പോലെ കാശി തനുവിനെ ഉപദേശിക്കാൻ തുടങ്ങി. ലക്ഷ്മിയുടെ കഥ ദേവിയമ്മ പറഞ്ഞു നിന്നോട്? ഇല്ല. എന്താണ്? കയ്യിലെ മോതിരത്തിൽ നോക്കിക്കൊണ്ടാണ് തനുവിൻ്റെ സംസാരം മുഴുവൻ. അവർക്ക് ഡെലിവറി കഴിഞ്ഞ് കുറേ കാലം ഡിസ്കിൻ്റെ പ്രോബ്ലം വന്നു. ജോലികളൊന്നും പഴയ പോലെ ചെയ്യാൻ കഴിയും. ആദ്യമൊക്കെ ഭർത്താവ് ഓക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ദിവസം അയാൾ മറ്റൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്നു. കൺമുന്നിൽ അവരുടെ പ്രണയലീലകൾ കാണാൻ വയ്യാതെ മോളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയതാണ് അവർ. അപ്പോൾ ഫാമിലിയൊക്കെ ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. അതോടെ വീട്ടുകാർ കഴിഞ്ഞു. പിന്നീട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവർ തിരിച്ചു വിളിച്ചെങ്കിലും ഒരിക്കൽ പടിയിറങ്ങി വിട്ടടുത്തേക്ക് തിരികെ പോകാൻ ലക്ഷ്മി തയ്യാറായില്ല. വീട്ടുജോലി ചെയ്തും ലോട്ടറി വിറ്റുമൊക്കെ ജീവിക്കാൻ തുടങ്ങി. ദേവിയമ്മയുടെ കൂടെ വരുന്നത് വരെ സാരിക്കുള്ളിൽ വെട്ടുകത്തിയാണ് അവർ കിടന്നുറങ്ങിയത് എന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സ്ത്രീ എന്തു സാധനമാണല്ലേ! മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുത്തവൾ. ഗുണം പിടിക്കില്ല, തനു ആരോടുന്നില്ലാതെ പറഞ്ഞു. കാശി അവളെ തൻ്റെ കയ്യിൽ നിന്ന് അലർത്തി മാറ്റി. ഞാനെന്താ പറഞ്ഞത്? നീ എന്താ മനസ്സിലാക്കിയത് തനു? എന്ത്? ആ സ്ത്രീ ഒറ്റക്കല്ല അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ലക്ഷ്മിയുടെ ഭർത്താവ് വിളിച്ചു കൊണ്ട് ചെന്നതാണ്. പ്രണയിച്ചു വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന സ്വന്തം ഭാര്യയെ മറന്നു മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവന്ന അയാളെ നീ മറന്നു. കുറ്റം മുഴുവൻ ആ സ്ത്രീക്കല്ലേ? തനിയൊന്നും മിണ്ടിയില്ല. കാശി വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു നെറുകയിൽ തലോടി. തനു, ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. നമ്മുടെ ചുറ്റിലും ഉള്ള ഓരോരുത്തർക്കും കാണും ഓരോ കഥ പറയാൻ. അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് കഴിഞ്ഞതിനെ ഓർത്ത് ഇനിയും വിഷമിക്കരുത്. ജീവിതം തീർന്നു പോയി എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. എല്ലാം മറന്നു തുടങ്ങണം. പതിയെ പഴയ തനു ആകണം നീ. തനു അവനോട് ചേർന്ന് കിടന്നു. നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒറ്റക്കാകില്ല എന്ന പോലെ. ദിവസങ്ങൾ കടന്നുപോയി. തനുവിൻ്റെയും കാശിയുടെയും ഫ്ലാറ്റ് ജീവിതം 1 മാസം കഴിഞ്ഞു. ഓരോ ദിവസവും കാശി തനുവിന് അത്ഭുതമാകുകയായിരുന്നു. രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യത്തെ ഉരുള തനുവിന് അവകാശപ്പെട്ടതാണ്. നേരെ തിരിച്ചും. അതുപോലെ ഉറങ്ങും മുമ്പ് ഒരു ചുംബനം നിർബന്ധമാണ്. രാത്രി കിടക്കും മുമ്പ് അന്നത്തെ വിശേഷങ്ങൾ പറയുകയും തനുവിൻ്റെ മനസ്സിന് തന്നാലാകും വിധം ധൈര്യം കൊടുക്കുകയും ചെയ്യും കാശി. പുറമെ ഇതിലൊന്നും വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കാശി മറന്നങ്ങാൻ പോയ തനുവിൻ്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ആകും. പിന്നെ സോറി പറഞ്ഞു പ്രശ്നം പരിഹരിക്കേണ്ടത് വരും. രാത്രി ഉറക്കം വിളിച്ച് പഠിക്കുമ്പോൾ ഓരോ ബ്ലാക്ക് കോഫിയായും വയറുവേദനയെടുത്ത് കിടക്കുമ്പോൾ ചോക്ലേറ്റായും ഇടയ്ക്ക് ഓരോ സർപ്രൈസ് യാത്രകളായും ഒക്കെ കാശിയുടെ സ്നേഹം തനുവിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും തനുവിൻ്റെ ശരീരത്തിന്മേൽ ഭർത്താവിൻ്റെ അധികാരം സ്ഥാപിക്കാൻ അവൻ തുനിഞ്ഞില്ല. എല്ലാം എന്തിലും വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും കാശിയുടെ ജോലി തിരക്കുകൾ കാരണം അത് നടന്നിരുന്നില്ല. പകരം വീക്ക്ഡേയിൽ എന്തെങ്കിലും പ്രശ്നം മാനതയും കാവ്യയും അവരുടെ കൂടെ താമസിക്കാൻ വരും. അത്തരം ദിവസങ്ങൾ വളരെ യാദൃച്ഛികമായി എന്ന വണ്ണം തരുണും എത്തും. സൺഡേയിൽ കാശി വീട് മുഴുവൻ ക്ലീൻ ചെയ്യും. അടുത്ത ആഴ്ചത്തേക്കുള്ള പച്ചക്കറി അരിയലും തേങ്ങ ചിരണ്ടലും ഡ്രസ് അയൺ ചെയ്യലും ഒക്കെ 2 പേരും കൂടി ചെയ്തു വെക്കും. തനി യൂട്യൂബ് നോക്കിയും അമ്മമാരോട് ചോദിച്ചുമൊക്കെ കാശിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാം തയ്യാറാക്കി നൽകാൻ തുടങ്ങി. സ്ഥിരമായുള്ള കൗൺസിലിങ്ങും കാശിയുടെ ഇടപെടലും ഒക്കെയായി തനു സാധാരണ ജീവിതഗതിയിലേക്ക് നീങ്ങി തുടങ്ങി. അഭയിനെയും നീലുവിനെയും ഒക്കെ തനു ഏറെക്കുറെ മറന്നു കഴിഞ്ഞിരുന്നു. തൻ്റെ മനസ്സ് മടുപ്പിക്കുന്ന ഓർമ്മകളും. പകരം ആ സ്ഥാനത്ത് കാശിയും അവൻ്റെ പ്രണയവും മാത്രം സ്ഥാനം പിടിച്ചു. അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പരീക്ഷണങ്ങൾ അറിയാതെ ആ ഞായറാഴ്ചയും കടന്നുപോയി.